പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കിയിലെ ഏലം കർഷകരെ ദുരിതത്തിലാക്കി കാലാവസ്ഥാ വ്യതിയാനം. രാത്രിയിൽ കടുത്ത മഞ്ഞുവീഴ്ചയും പകൽ സമയത്ത് കൊടും ചൂടും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ചിമ്പും ശരങ്ങളുമടക്കം ഈ കാലാവസ്ഥാ പ്രതിഭാസത്തിൽ കരിഞ്ഞുണങ്ങുന്നതായാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വേനലിൽ നശിച്ച ഏലം കൃഷി നടത്തി വരുന്നതിനിടയിലാണ് പുതിയ വെല്ലുവിളി. കഴിഞ്ഞ വേനലിൽ ഏതാണ്ട് 60% ഏലം കൃഷിയാണ് ഹൈറേഞ്ചിൽ കരിഞ്ഞുണങ്ങി നശിച്ചത്. ഇതിനുള്ള നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. ആകെ ലഭിച്ചത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 10 കോടി രൂപ മാത്രമാണ്. ഇത്തവണയും മറ്റൊരു പ്രതിസന്ധിയാണ് ഈ വേനലിന്റെ ആദ്യം തന്നെ കർഷകരെ പിന്നിലേക്കടിക്കുന്നത്. ഇതാണിപ്പോൾ ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിലെ അവസ്ഥ. പ്രതികൂല കാലാവസ്ഥയെ പ്രതിരോധിക്കുവാൻ കടം മേടിച്ചും മറ്റും ഗ്രീൻ നെറ്റ് ഉൾപ്പെടെയുള്ളവ വിരിച്ച് കൃഷിയെ സംരക്ഷിക്കുവാനാണ് കർഷകരുടെ ശ്രമം. രാത്രിയിലെ കടുത്ത മഞ്ഞുവീഴ്ചയും പകലത്തെ ചുട്ടുപൊള്ളുന്ന ചൂടും ഇപ്പോൾ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏലത്തിന്റെ ശരവും ഇലകളും ചിമ്പും ഉൾപ്പെടെ കരിഞ്ഞുണങ്ങുന്ന സാഹചര്യം. ആവശ്യത്തിന് ജലസേചന സംവിധാനങ്ങളും തണലോ ഇല്ലാത്ത ഇടങ്ങളിൽ വ്യാപകമായാണ് വേനലിന്റെ തുടക്കത്തിൽ തന്നെ കൃഷി നശിക്കുന്നത്. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചെറുകിട ഏലം കർഷകരെയാണ്. ഏലം കർഷകർക്ക് ശരിക്കും ഭീഷണിയായിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചൂട് ഭയാനകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഫെബ്രുവരി മാസം ആയപ്പം തന്നെ ഈ രാവിലെ ഭയങ്കര ഒരു 10-11 മണി വരെയൊക്കെ ഭയങ്കരമായി മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു. അതിനുശേഷം വലിയ തോതിലുള്ള ചൂടാണ്. അപ്പോൾ ആ ചൂട് നമ്മുടെ ഈ മണ്ണിൽ വന്നിട്ട് അത് പ്രവഹിച്ച് ഒരു ഇതായിട്ട് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് ഏലത്തിന് വലിയ ഭീഷണിയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറുകിട ഏലം കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇത് നനയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ ചിലപ്പം കുറവായിരിക്കും. മറ്റ് വലിയ ജലസ്രോതസ്സൊക്കെ ഉള്ളിടത്ത് വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കും. പക്ഷേ ഈ ചെറുകിട ഏലം കർഷകർക്ക് ഇത് വളരെ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കരുണാപുരം, ഉടുമ്പൻചോല, പാമ്പാടുംപാറ, ശാന്തൻപാറ, നെടുങ്കണ്ടം പഞ്ചായത്തുകളിൽ ഇങ്ങനെ വ്യാപകമായാണ് കൃഷി നശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കൃഷിയെങ്കിലും സംരക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് കർഷകർ. വേനലിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റും കൃഷിവകുപ്പും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.